കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളവാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഭഗവാൻ ഇന്ന് ഏത് രൂപത്തിലാണ് ഭക്തരെ കാണാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. അനുഗ്രഹം നൽകാനായിട്ട് നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അത് കണ്ട് അങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അതിനുശേഷം വരുമ്പോൾ അനന്തശയനം കൂടി കണ്ടു വന്ന് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നേരെ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് വലതുവശത്തെ തൂണും നോക്കി തൊഴുത് അങ്ങനെ വന്ന് നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ തിളക്കം. അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കാണാൻ നല്ല രസമാണ് കേട്ടോ. ആദ്യം തന്നെ കാണാനുള്ളത് എന്താ വെച്ചാൽ അനന്തൻ്റെ ഉടലിങ്ങനെ മടക്കി 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 വെച്ചിട്ട് അങ്ങനെ ഉള്ള ഒരു കാഴ്ച. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാൽപാദങ്ങൾ കാണാണ്ട് ഒരു ഇടത്തെ കാല് താഴത്തേക്ക് വെച്ചിട്ടുണ്ട്, വലത്തെ കാല് അങ്ങനെ കുറച്ചിങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. അനന്തൻ്റെ മുകളിൽ ഇരിക്കുക. അപ്പോൾ ആ കാൽപാദങ്ങൾ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. അതേപോലെ ചുവന്ന ഒരു പട്ട് ഞൊറിഞ്ഞു ഉടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച, ചതുർബാഹുവായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. ഇന്ന് പൂർണ്ണത്രയേശനാണ് കേട്ടോ. അപ്പോൾ ആ പൂർണ്ണത്രയേശൻ അനന്തൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു കാഴ്ചയാണ്. അങ്ങനെ 4 തൃക്കൈകളുണ്ട്. ശംഖ്, ചക്രം, ഗദാപത്മത്തോട് കൂടിയിട്ട് പൂർണ്ണത്രയേശനായിട്ട് ഇങ്ങനെ ശ്രീലകത്തിങ്ങനെ കാണുകയാണ്. അപ്പോൾ നല്ല രസം. അപ്പോൾ ആ കൈകളിലൊക്കെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, അതേപോലെ തിരുനെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്. കിരീടം നന്നായിട്ട് കളഭം കൊണ്ടാണ് ചാർത്തിയിട്ടുള്ളത്. അതിന് ഓരോരോ അലുക്ക് തുങ്ങലുകളൊക്കെ വെച്ച് നല്ല രസമായിട്ടുള്ള കാഴ്ച. അതേപോലെ തിരുമുടി മാലകളുണ്ട്, 2 തിരുമുടി മാല ഉണ്ട്, തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടില്ല. പിന്നെ അതേപോലെ ഉണ്ടമാലയും 2 അതെന്താ വെച്ചാൽ താമരയുണ്ട്, പിന്നെ തുളസിയുണ്ട്, പിന്നെ അതേപോലെ തെച്ചിയും വെളുത്ത പൂവും. അങ്ങനെ 2 തിരുമുടിമാലി 2 ഉണ്ടമാലി. അങ്ങനെ അനന്തൻ്റെ ആ മുകളിൽ ഇങ്ങനെ കയറിയിരിക്കുന്ന അനന്തൻ്റെ ഫണം ബാക്ക് വശത്ത് ഇങ്ങനെ കാണാണ്ട് പൂർണ്ണത്രയേശൻ്റെ രൂപമാണ്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ പൂർണ്ണത്രയേശനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. നമ്മളിപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് അങ്ങനെ വിചാരിച്ചോളൂ. നന്നായിട്ട് തൊഴുതോളൂ കേട്ടോ. അങ്ങനെ തൊഴുത് കഴിഞ്ഞാൽ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് നേരെ ആലിലക്കണ്ണനെയും കണ്ട് തൊഴാം. പിന്നീട് സപ്തമാതാക്കളെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ഗണേശനെ കാണാം. ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവിനെ കാണാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അങ്ങനെ വന്ന് നേരെ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തി അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങി വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് വീണ്ടും നമ്മൾ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അതിനുശേഷം ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നേരെ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. പിന്നീട് നമ്മൾ നേരെ ഭീഷ്മരുടെ ശരശയ്യയിൽ കിടന്നിട്ട് സഹസ്രനാമം ചെല്ലുന്ന ആ ഒരു കാഴ്ച കാണാം. പിന്നീട് നമ്മൾ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴുത് ശ്രീകൃഷ്ണനെയും കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്തെത്തിയ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയുധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെ കണ്ട് തൊഴാം.
പിന്നീട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ തൊട്ടടുത്തുള്ള താമരക്കണ്ണനെയും കണ്ട് തൊഴുത് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നീട് ഭഗവാന്റെ നൃത്താറിയും കിടാവിളക്കും അതേപോലെ മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് അടുത്ത അറയിലേക്ക് എത്തുമ്പോൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി എടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ അടുത്ത് എത്തി അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ടു കഴിഞ്ഞ് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ വന്ന് വീണ്ടും നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ പൂർണ്ണത്രയേശനെ ഒന്നുകൂടി കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിൽ വന്ന് കിടാവിളക്ക് കണ്ട് തൊഴുതാം. പിന്നെ പ്രാർത്ഥിക്കാം. അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വന്ന് നേരെ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തിറങ്ങി രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. അതിനുശേഷം കിഴക്കേ നടയിൽ ഭഗവതി നടയിലൊക്കെ തൊഴുത് തെക്കേ നടയിലേക്ക് വന്ന് തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ട് തൊഴുതും എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.